വെറുതെ ഇങ്ങനെ ഇരിക്കാതെ അമ്പലത്തിലൊക്കെ ഒന്ന് പൊയ്ക്കൂടെ നിനക്ക്? പോണം. ഒരു കൂട്ടില്ലാത്തത് അമ്മേന്റെ പ്രശ്നം. പണ്ട് സ്വാതി ഉണ്ടായിരുന്നപ്പോ പോകാനൊരു രസമുണ്ടായിരുന്നു. എല്ലാരും എന്നെ തന്നെ നോക്കുമായിരുന്നു. നിന്നെ അല്ല അവരാരും നോക്കിയിരുന്നത്, സ്വാതിയാ. ആ തടി ആയിരിക്കാം. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കൂട്ടില്ലാത്തതാണോ നിന്റെ പ്രശ്നം? കല്യാണം കഴിച്ച ആ പരാതി തീരില്ലേ? നിന്റെ ഭർത്താവിന്റെ കൂടെ നിനക്ക് എവിടെ വേണമെങ്കിലും പോകാലോ. അത് ശരിയാ, ഞാനും ആലോചിക്കാഞ്ഞിട്ടല്ല. നീ ഒന്ന് സമ്മതം മൂളിയാ മതി. അന്ന് പറഞ്ഞ ആ മാധവന്റെ മോൻ, അയാൾ ഇപ്പൊ നാട്ടിലുണ്ട്, ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. എനിക്ക് അയാളെ വേണ്ടമ്മേ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്റെ മനസ്സ് വേറൊരാളാണെന്ന്. അതാരാണെന്നൊന്ന് പറ. അറിയണോ? പിന്നെ അറിയണ്ടേ? നിർബന്ധമാണോ? ആ എന്നാ കേട്ടോ, അത് വേറെ ആരുമല്ല, ഗിരിയ, ഗിരിശങ്കർ. ഏത്? നമ്മുടെ നീലിന്റെ? അത് തന്നെ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്ന അമ്മയാണോ തീരുമാനിക്കുന്നത്? സ്വാതിയെ പോലൊരു തടിച്ചയെ ആ വീട്ടിലെ മരുമോളായിട്ട് അംഗീകരിക്കാമെങ്കിൽ എന്നെയും അംഗീകരിക്കാം. എന്തുകൊണ്ടും അവളെക്കാളും മിടിക്കുകയല്ലേ അമ്മ ഞാൻ. അതെ, എന്നാലും ഗിരി അതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആ പറഞ്ഞത് ന്യായം. അയാൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നീലിന്റെ ജീവിതത്തിൽ കയറി ഇടപെട്ടേന് അതൊന്ന് മാറ്റിയെടുക്കണം. അതെങ്ങനെ മാറ്റിയെടുക്കാന്നതിനെ കുറിച്ചാ ഞാനിപ്പോ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. ദേ, ഇവള് പറഞ്ഞത് കേട്ടോ? എന്ത്? ഇവൾക്ക് ആ ഗിരിയെ മതിയെന്ന്. ഏത് ഗിരി? ആ നീലിന്റെ ചെറിയച്ഛന്റെ മോൻ. അത് നടക്കോ? അത് തന്നെയാ ഞാനും ചോദിച്ചത്. അത് വേണ്ട മോളെ. സ്വാതിയുള്ള വീട്ടിൽ നീയും കൂടി അത് ശരിയാവില്ല. എന്താ ശരിയാവാത്തത്? അവളുള്ള വീട്ടിൽ ചെന്നാ പിന്നെ സുഖമല്ലേ അച്ഛാ? വീട്ടു ജോലിയൊന്നും എനിക്ക് ശ്രദ്ധിക്കണ്ടല്ലോ. അതെല്ലാം അവള് ചെയ്ത് തീർക്കില്ലേ? അത് മാത്രമല്ല, വേറെയുണ്ട് ഗുണം. ഒന്നല്ല 2 തവണയാ അവൾ എന്റെ നേർക്ക് കൊല്ലാൻ വേണ്ടി കൈ ഉയർത്തിയത്. അതിനൊരു തിരിച്ചടി കൊടുക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നടക്കണം. പകയും വൈരാഗ്യവും ഒക്കെ നീ മനസ്സിൽ നിന്ന് കളയണം. അവളോടുള്ള വൈരാഗ്യം തീർക്കാൻ നീ നിന്റെ ജീവിതം തകർക്കണോ? ഗിരി അത്ര മോശക്കാരനാണോ? എനിക്കാണെങ്കിൽ ചേരുകയും ചെയ്യും. ചേരും, പക്ഷെ അവര് സമ്മതിക്കില്ലല്ലോ. ഞാനത് ഇവളോട് പറഞ്ഞു. സമ്മതിക്കാത്തത് സമ്മതിപ്പിച്ചെടുക്കണം. ആ മാധവന്റെ മോനെ വേണ്ടാന്ന് പല തവണ ഞാൻ പറഞ്ഞതല്ലേ. അത് മതിയെന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടാളും എത്ര തവണ എന്നോട് സംസാരിച്ചു. ഒരിക്കലും നടക്കില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുമ്പോഴല്ലേ അച്ഛാ അതിലൊരു ത്രില്ലുള്ളൂ. എനിക്ക് ഗിരിയം മതി. ആകെയുള്ളൊരു പ്രശ്നം അവരുടെ വീട്ടുകാരെന്ത് പറയുന്നുള്ളതാണ്. ഏതായാലും ഒരു കാര്യം ചെയ്യാം, മഹേശ്വരനുമായിട്ട് ഞാനൊന്ന് സംസാരിക്കാം. നമുക്കിങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു വയ്ക്കാം. അവരുടെ തീരുമാനം അവര് പറയട്ടെ. അതാണ്. എന്നാ പിന്നെ അധികം വൈകണ്ട. തീരുമാനം എത്രയും പെട്ടെന്ന് അറിയുന്നതാണല്ലോ നല്ലത്. ഞാനും വരാൻ സംസാരിക്കാൻ പോകുമ്പോ. അത് വേണ്ട. ആദ്യം ഞങ്ങൾ ആണുങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് പുരോഗതി ഉണ്ടെങ്കിൽ മാത്രം നീ വന്നാ മതി. എന്തു പറ്റി? ഹേയ്, ഞാൻ ഓരോരുത്തരുടെ മോഹങ്ങളെ കുറിച്ച് ആലോചിച്ച് ചിരിച്ചു പോയതാ. അരവിന്ദൻ എന്നെ കാണാൻ വന്നിരുന്നു. ആര്? സ്വാതിയുടെ അമ്മാവനാ? ആ, അതെ. അയാളുടെ മോളില്ലേ ദേവപ്രിയ, അവളെ ഗിരിയെ കൊണ്ട് കെട്ടിക്കണമെന്ന് ഒരു ആഗ്രഹം അവർക്ക്. ഹാ, അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. കൊള്ളാലോ അവര്. ആ പെണ്ണൊരുത്തിയാ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. സ്വാതിയുടെ കല്യാണത്തിന് വന്നപ്പോ ഞാൻ അവളെ ശ്രദ്ധിച്ചിരുന്നു. ഒരു നരന്തു പോലൊരുത്തി, മൊത്തത്തിൽ പശക. അവളെ ഞാൻ ഈ വീട്ടിനകത്ത് കേട്ടില്ല. അല്ല, അത് കേട്ടിട്ട് നിങ്ങൾ എന്തു പറഞ്ഞു? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അതെങ്ങനെ എനിക്കറിയാം? ശരി, ഇത്രയും കൊല്ലത്തെ അനുഭവം വെച്ച് ഒന്ന് ഊഹിച്ചു പറ. ആലോചിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ല, ഗിരിയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു കാണും. ഏയ്, അതുമല്ല. അപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നല്ലാതെ പോയി പണി നോക്കാൻ പറഞ്ഞു.
അവൾ ഇവിടെ വരുന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ല എന്ന് മനസ്സിലാക്കാൻ ത്രികാലജ്ഞാനാവേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കടുപ്പിച്ച് പറയണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ഇത്തിരി കടുപ്പിച്ച് തന്നെ പറയണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള എന്താന്ന് ചിലർക്ക് മനസ്സിലാവില്ല. സ്വാതിയെ കഷ്ടപ്പെടുത്തിയതും ഇറക്കി വിട്ടതും എല്ലാം അവർ ഇത്ര പെട്ടെന്ന് മറന്നു എന്ന് ഓർക്കുമ്പോഴാ. പോരാത്തേന് സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതുവാ. ആ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇതിന് സമ്മതിക്കില്ലായിരുന്നു. ആ വീട്ടിൽ നിന്നുള്ള സംബന്ധം വേണ്ട, അത് ശരിയാവില്ല. എന്നാലും വിവരമൊന്ന് ഗിരിയോടുകൂടെ പറയണം. അതെന്തിനാ? അവനത് അറിയണം. അല്ലെങ്കിൽ നാളെ ഒരിക്കൽ അവനത് അറിയാനിട വന്ന, അല്ല ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മൾ ചെയ്ത് തെറ്റാന്ന് അവൻ ചിന്തിക്കും. അവനറിയുന്നത് തന്നെ എന്റെ ശരി. ഇനി അവനെങ്ങാനും കയറി സമ്മതാണെന്ന് പറയോ? ഏയ്, അവന്റെ കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാ. അവൻ അവളെ വേണ്ടാന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ നീ കണ്ടോ. ഹായ്. അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ? ഉണ്ട്. അപ്പൊ നല്ല ശീലങ്ങളും ഉണ്ട്. മുമ്പ് സ്ഥിരമായിട്ട് പോവായിരുന്നു. ഇപ്പൊ വല്ലപ്പോഴേ ഉള്ളൂ. ഞാൻ വീട്ടിൽ കയറിയിരുന്നു. അപ്പൊ അമ്മയാ പറഞ്ഞത് അമ്പലത്തിൽ പോയിന്ന്. അതാ കാത്തു നിന്നത്. വെറുതെ വന്നതാണോ അതോ? നമ്മൾ തമ്മിൽ കാണേണ്ട കാര്യമുണ്ടല്ലോ. ഉവ്. പക്ഷേ നേരിട്ട് വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. നേരിട്ട് വരേണ്ടടുത്ത് നേരിട്ട് വരാതിരിക്കാൻ പറ്റുമോ? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? മനോരോഗം ഒരു പാപമൊന്നുമല്ല. ആർക്കും അത് വരാം. പക്ഷേ ചികിത്സിക്കേണ്ട സമയത്ത് അത് ചികിത്സിക്കണം, അല്ലെങ്കിൽ അപകടമാ. അല്ലാത്തവർ നിന്നെ പോലെ വിവരദോഷം കാണിക്കാൻ തുടങ്ങും. നീ എന്താടി കരുതിയത്? എല്ലാം ഞാനങ്ങ് മറന്നുന്നോ? നീ ഒറ്റ ഒരുത്തിയാ നീലിന്റെ ജീവിതം തകർത്തത്. നീലിന്റെ മാത്രമല്ല, ഏട്ടത്തിയുടെ ജീവിതവും. ആ നിനക്ക് എന്നെ കല്യാണം കഴിക്കണം അല്ലേ? അതിനുള്ള എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? എന്ത് യോഗ്യതയാ ഗിരിക്ക് വേണ്ടത്? ക്യാഷ് എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ വാങ്ങിച്ചു തരാം. ക്യാഷോ? എനിക്കോ? പൊന്നുകൊണ്ട് മൂടാന്ന് പറഞ്ഞാലും നിന്നെ എനിക്ക് വേണ്ട. അതിലും ഭേദം മരിക്കുന്നതാടി. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം, അല്ലെങ്കിൽ നാളെ അത് മാറ്റി പറയേണ്ടി വന്നാൽ ബുദ്ധിമുട്ടാകും. ഒരിക്കലും മാറ്റി പറയേണ്ടി വരില്ല. ഈ ലോകം മുഴുവൻ ഇടിഞ്ഞു വീണാലും ഞാൻ നിന്നെ കെട്ടില്ല. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു ബാധ്യത എടുത്ത് തലേ വെക്കോടി. നീലല്ല ഞാൻ. വേഷം കെട്ട് കാണിച്ച നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഗിരി എന്തു പറഞ്ഞാലും എനിക്കൊരു വിരോധവും ഇല്ല. കാരണം ഗിരി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. മുൻപ് നീലിനോടായിരുന്നല്ലോ ഇഷ്ടം. ഇങ്ങനെ മാസം മാസം ഇഷ്ടം മാറുന്ന സ്വഭാവമാണോ നിനക്ക്? അത് നീലിനെ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു. പക്ഷേ നീലിനെ സ്വാതിയായിരുന്നല്ലോ കല്യാണം കഴിക്കാൻ താല്പര്യം. മിണ്ടിപ്പോകരുത്. എല്ലാം അറിയുന്ന എന്നോട് തന്നെ നീ ഇത് പറയണം. കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം എന്നേക്കുമായി കുഴിച്ചു മൂടിക്കണം. അത് പറയാനടി ഞാനിപ്പോ വന്നത്. ഇനി ഇതിന്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും ശല്യങ്ങൾ ഉണ്ടായാൽ നീ പിന്നെ വീട്ടിൽ കിടന്നുറങ്ങില്ല. ഞാൻ ആരെയും ശല്യം ചെയ്യില്ല. ഓ, നീയൊരു മഹാത്മാവ്. നീലിന്റെ ജീവിതം തകർക്കാൻ നീ കളിച്ച കളിയൊന്നും ഞാൻ മറന്നിട്ടില്ല. അവൻ പാവൊരു സെലിബ്രിറ്റി ആയിപ്പോയി. അവന് പലതും സഹിക്കേണ്ടി വന്നു. അതൊന്നും എനിക്ക് വേണ്ട. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു ഇടപെട്ട നിനക്ക് കൊള്ളാം. ഇനി ഇങ്ങനൊരു മുന്നറിയിപ്പൊന്നും എന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് വരില്ല. ഇനി എന്തെങ്കിലും വൃത്തികേട് കാണിച്ച ആ നിമിഷം നീ വിവരം അറിയും. കേട്ടോടി അരവിന്ദന്റെ മോളെ. ഗിരി, ദാ പ്രസാദം. ആർക്ക് വേണോടി നിന്റെ പ്രസാദം? ഇരിക്കട്ടെ, ദൈവത്തിന്റെ അല്ലേ. സ്ഥലം ഇതായി പോയി. അല്ലെങ്കിൽ നിന്റെ മുഖത്ത് ഞാൻ അടിച്ചേനെ.
നിനക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇത് അവർക്ക് ഇഷ്ടമാവില്ല എന്ന്. അത് അവന്റെ നാവിന്ന് തന്നെ കേട്ടപ്പോ സന്തോഷമായല്ലോ. അച്ഛനോട് ആ മാധവന്റെ മോന്റെ കല്യാണം ആലോചിക്കാൻ പറയാം. അതാവുമ്പോ കല്യാണം കഴിഞ്ഞ് നിനക്ക് അമേരിക്കയ്ക്ക് പോകാം. ഇനിയുള്ള കാലം നിനക്ക് അവിടെ കഴിയാം സുഖമായിട്ട്. ആ ഭാഗ്യം എനിക്ക് വേണ്ടെങ്കിലോ? അമേരിക്ക എനിക്കെങ്ങും പോണ്ട. എനിക്ക് ഈ നാട് മതി, ഇവിടെ കഴിഞ്ഞാ മതി. എന്താ പ്രിയേ നീ ഇങ്ങനെ ബുദ്ധിയില്ലാത്ത കുട്ടികളെ പോലെ സംസാരിക്കുന്നത്? എടി, ഇന്നത്തെ കാലത്ത് ഏതൊരു പെണ്ണും മോഹിക്കുന്ന ബന്ധമല്ലേ മാധവന്റെ മോനുമായിട്ടുള്ളത്? ഏത് പെണ്ണ് മോഹിക്കുമായിരിക്കും, ഈ ദേവപ്രിയ മോഹിക്കില്ല. പിന്നെ നീ എന്താ ചെയ്യാൻ പോകുന്നത്? എന്താണോ ഞാൻ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കാൻ നോക്കും. ഏത് ഗിരിയുടേതോ? അതെ. ഇത് ശരിക്കും വട്ട. അവൻ തന്നെ വന്നു പറഞ്ഞില്ലേ നിന്നെ വേണ്ടാന്ന്. പറഞ്ഞു. അതിന്റെ പേരിൽ എന്നെ അപമാനിക്കുകയും ചെയ്തു. ഗിരി എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഉള്ളിൽ തോന്നിയ ആഗ്രഹം പൂട്ടിക്കെട്ടി തിരിച്ചു നടക്കാനൊന്നും ഈ ദേവപ്രിയെ കിട്ടില്ല. ഞാൻ ഗിരിയെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി അവസാന നിമിഷം വരെ ശ്രമിക്കും. തോറ്റു ഉറപ്പുള്ളത് വരെ, എനിക്കത് ബോധ്യപ്പെടുന്നത് വരെ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ദേവപ്രിയ, അതാണ് എന്റെ ക്യാരക്ടർ. എടി മോളെ, എങ്ങനെ നീ ഇത് സാധിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരവാ ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ? ഇപ്പൊ എന്റെ മുന്നിലുള്ളത് ശൂന്യത മാത്രമാ. കൃത്യമായിട്ടൊരു മറുപടി പറയാൻ എനിക്ക് കഴിയില്ല, അറിയില്ല. പക്ഷേ ഞാൻ തീവ്രമായിട്ട് അത് ആഗ്രഹിക്കുന്നുണ്ട്. നീലിന്റെ കേസിലും അങ്ങനെ തന്നെ ആഗ്രഹിച്ചത്. നീലും ഇത് തന്നെയല്ലേ എന്നോട് ചെയ്ത? വേദയുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലുക പോലും ചെയ്തു. എന്നിട്ട് ഞാൻ തോറ്റു പിന്മാറിയോ? ജയമാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടി എന്താ ഞാൻ ചെയ്യും? നീ കാണിക്കുന്നത് മണ്ടത്തരമാണെന്നാ എന്റെ അഭിപ്രായം. നീ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഗിരിയുമായിട്ടുള്ള നിന്റെ കല്യാണം നടക്കില്ല. നടക്കില്ല എന്ന് വിചാരിച്ചോണ്ടിരുന്ന നടക്കില്ല. നടക്കുന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരുപാട് വഴികൾ തെളിയുന്നത് അപ്പൊ കാണാം. നടക്കില്ല എന്ന് വിചാരിച്ചോണ്ടിരുന്ന നടക്കില്ല. നടക്കുന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരുപാട് വഴികൾ തെളിയുന്നത് അപ്പൊ കാണാം. അമ്മ എന്നെ ഓർത്ത് പേടിക്കണ്ട. ഞാൻ ഒരിക്കലും ഒരു വിഡ്ഢിത്തവും കാണിക്കില്ല. ദേവപ്രിയ ജയിക്കാൻ വേണ്ടി ജനിച്ചവളാ. ജയിച്ച് കാണിച്ചു തരാം. എല്ലാം കഴിഞ്ഞു എന്നായിരിക്കും ഗിരി വിചാരിച്ചിരിക്കുന്നെ. അങ്ങനെയല്ലെന്ന് അധികം വൈകാതെ അയാൾക്ക് മനസ്സിലാവും. ഇന്ന് തൊട്ട് എന്റെ ഓരോ ശ്രമവും അയാളെ എന്റെ മുന്നിൽ മുട്ടുകുത്തിക്കാൻ വേണ്ടിയായിരിക്കും. അമ്മ നോക്കിക്കോ. അമ്മയുടെ മോള് ഗിരി അണിയിച്ച് താലിയിട്ട് നടക്കുന്നത് അമ്മയ്ക്ക് കാണാം. ആഹാ, നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? പിന്നെ അറിയാതെ. സ്വാതി ഉണ്ടായിരുന്നപ്പോ ഇടയ്ക്ക് രാഹുലേട്ടൻ അങ്ങോട്ടൊക്കെ വരുമായിരുന്നു. ഇപ്പൊ അതും ഇല്ല. ഈ കാലം വെച്ച് ഞാൻ എങ്ങനെയാടി അങ്ങോട്ട് വരുന്നത്? മാത്രമല്ല, സത്യം പറയാലോ, നീയും ഞാൻ തമ്മിൽ ചേരത്തില്ല. പിന്നെ എന്തിനാടി നമ്മൾ തമ്മിൽ ഒരു വഴക്ക്? ആ, എന്നാ അങ്ങനെ ഒരു വഴക്കിന് വേണ്ടിയാ ഞാനിപ്പോ വന്നത്. ചെറിയമ്മേ, കടുപ്പത്തിലൊരു ചായ എടുത്തോ. ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കണം, അതല്ലേ നിനക്ക് വേണ്ടത്? ആ, അതെ. ആ, നീയാ? വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെടി? ആ, കുഴപ്പമില്ല. ആ, നിന്റെ അച്ഛന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോണു? ആർക്കറിയാം, ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല.
അച്ഛന്റെ കാലം കഴിഞ്ഞാൽ നീയാ നോക്കി നിർത്തേണ്ടത്. അരിക്കടയിലോ? ഞാനോ? വേറെ പണിയില്ല. എടി അരിക്കച്ചവടത്തിന് എന്താ കുറവ്? ചെറിയച്ച, ഞാൻ വളരെ സീരിയസ് ആയ ഒരു കാര്യം രാഹുലേട്ടനുമായി ഡിസ്കസ് ചെയ്യാനാ വന്നത്. ബിസിനസ് ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഓ ആയിക്കോട്ടെ. അറിഞ്ഞല്ലോ അല്ലേ ഞാൻ ആ ആലോചന നടത്തിയതും അത് നടക്കാതെ പോയതും. ഗിരിയുടെ പറയുന്ന കേട്ടു. നിനക്ക് വിഷമമുണ്ടല്ലോ എന്ന് കരുതിയാ ആരും എന്നെ പറ്റി ചോദിക്കായിരുന്നു. സത്യം പറയാലോ, നീ കാണിച്ചത് ശുദ്ധ തോന്നിയാസ. എന്തിനാടി ആ പാവത്തിന് ജീവിതം നശിപ്പിക്കാൻ പോകുന്നത്? ഞാൻ അത്ര കുഴപ്പക്കാരിയാണോ? ആണോന്ന്? അണുബോംബിനേക്കാൾ മാരകമായ ആപത്താണ് നീ. വരവ് വച്ചു. പക്ഷേ ഈ അണുബോംബിന് രാഹുലേട്ടന്റെ ഒരു സഹായം വേണം. എന്റെ എന്താണാവോ? എന്റെ ആഗ്രഹം സ്വാതിയോടൊന്ന് പറയണം. ഇനി സ്വാതി വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. ഞാനില്ല, എന്നെ വിട്ടേക്ക്. അല്ലെങ്കിൽ തന്നെ അവളുടെ ജീവിതം പ്രശ്നത്തില. അതിനിടയിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് വീണ്ടും അത് കുളവാക്കല്ലേ. അപ്പോ എന്നെ ഒന്ന് സഹായിക്കാൻ വരരുതെന്നാണ് രാഹുലേട്ടൻ പറയുന്നത്? ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് പറ്റില്ല. അല്ല, മോളെ നിനക്ക് എത്രയോ ചെക്കന്മാരെ കിട്ടും. നീ എന്തിനാ അവനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? കാരണം ഉണ്ടെന്ന് കൂട്ടിക്കോ. എന്നാലേ നിന്റെ ആഗ്രഹം നാലായിട്ട് മടക്കി വല്ല പുഴയിൽ എറിഞ്ഞു കളയുന്നതാ നല്ലത്. അത് നടക്കാൻ പോകുന്നില്ല. നടന്നാലോ? ഒരിക്കലുമില്ല. എടി, ഗിരി അത്ര മണ്ടനല്ല. എനിക്ക് എന്താ ഒരു കുറവ്? നിനക്കോ കുറവോ? നിന്റെ മനസ്സ് ശരിയല്ല. എടി, മനുഷ്യനെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് ശരീരമോ ബുദ്ധിയോ സൗന്ദര്യമോ ഒന്നുമല്ല, മനസ്സാ. എന്ന് വെച്ചാൽ മനുഷ്യത്വം. അതൊക്കെ എനിക്ക് ആവശ്യത്തിനുണ്ട്. ഇയാൾക്ക് എന്നെ ഒന്ന് സഹായിക്കാവോ? ഞാനും സ്വാതിയും ആ സ്വർണ്ണ പ്രശ്നത്തിന് ശേഷം അത്ര രസത്തിലല്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവതരിപ്പിച്ചേനെ. സോറി, എനിക്ക് ബുദ്ധിമുട്ടാണേ. വൃത്തികെട്ടവൻ. ആയിക്കോട്ടെ, ഞാൻ പോവാ. എടി, നിന്നെ പറയട്ടെ, ചായ കുടിച്ചിട്ട് പോ. അത് സ്വയം അങ്ങ് കുടിച്ചാ മതി. എവിടെയാ അവള്? അവള് പോയി. ചായ എങ്ങനെ? എന്ത് പറ്റി? അവക്ക് ചൊവ്വേലൊരു വീട് പണിയണമെന്ന്. വീണ്ടും ഇറങ്ങിയേക്ക ഒരു കുരുട്ട് പരിപാടികളായിട്ട്. ഞാൻ സമ്മതിക്കോ? പോയി പണി നോക്കാൻ പറഞ്ഞു. നല്ല ചായ അമ്മേട്ടാ. അല്ല, നിന്റെ അച്ഛൻ. എങ്കിൽ നാളെ തൊട്ട് അച്ഛൻ അടുക്കള കറിയാ മതി. ഒന്ന് പോടാ. ഏട്ടാ, ഇന്ന് ഈ ഷർട്ട് ഇട്ടാ മതി. പുതിയതാണോ? അതെ, ഞാൻ വാങ്ങിച്ചതാ. ഇന്ന് ഏട്ടന്റെ പിറന്നാളാ. ഓ, ഞാനത് ഓർത്തില്ല. ദാ പ്രസാദം. എനിക്ക് വേണ്ട. ഇത് കൊണ്ടുവന്നത് ഞാനല്ല, അമ്മയാ. ആരായാലും വേണ്ട. ഷർട്ട് നിന്നോട് ആരാ ഇതൊക്കെ വാങ്ങാൻ പറഞ്ഞത്? അടുത്ത പിറന്നാളിന് ഞാനുണ്ടാവില്ലല്ലോ. ഓ, അങ്ങനെ. ഈയിടെയായിട്ട് കുറെ ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. ആ, ഫുൾ ടൈം TV കാണലല്ലേ. നീ ഇത് കണ്ടോ? സ്വാതി എനിക്ക് വേണ്ടി വാങ്ങിയതാ, ബർത്ത്ഡേ ഗിഫ്റ്റ്. അയ്യേ, കഷ്ടം. ഇതെന്തിനു കൊള്ളാം? എന്തെങ്കിലും വാങ്ങുമ്പോ അത് ആർക്കാ കൊടുക്കാൻ പോകുന്നെങ്കിൽ ചിന്തിക്കണ്ടേ ഗുണ്ടു? എന്താ വിളിച്ചത്? ഗുണ്ടു. ഗുണ്ടുമണിയുടെ ഷോർട്ട് ഫോമാ. അങ്ങനെ വിളിക്കുന്നത് ഇവൾക്ക് ഇഷ്ടാ. എനിക്കിഷ്ടൊന്നും അല്ല, പോട്ടേന്ന് വെച്ചിട്ടോ. ദേ, വല്യമ്മ കണ്ടോ? സ്വാതിയുടെ ജന്മദിന സമ്മാനം. ആഹാ, കൊള്ളാലോ. നിനക്കിത് നന്നായിട്ട് ചേരും. അതിന് ഞാനിത് ഇടാൻ പോകുന്നില്ലല്ലോ. അതെന്താ ഇട്ടാല്? പിറന്നാളിന് പുതിയ ഡ്രസ് ഇടണമെന്നാ പ്രമാണം. ഓ പിന്നെ, അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ വർഷം വേദ വാങ്ങി തന്ന ഷർട്ടില്ലേ, അത് നീല് നന്നായിട്ട് ചേരും. അതിട്ടാ മതി. അതൊന്നും വേണ്ട, ഇത് മതി. എടാ, ഒരുപാട് ആഗ്രഹിച്ചു തരുന്നതല്ലേ ഇവള്. വെറുതെ എന്തിനാ ഈ പാവത്തിന് സങ്കടപ്പെടുത്തുന്നത്? ഞാൻ പറഞ്ഞു വാങ്ങാൻ. എന്തായാലും വാങ്ങിപ്പോയില്ലേ, തൽക്കാലം നീ ഇതിട്. ഓ, അപ്പോ ഇതിനായിരുന്നല്ലേ നീ ഇന്നലെ പുറത്തു പോയത്? നന്നായി.
ഒരു ഭാര്യയായ ഇങ്ങനെ വേണ്ടത്. പറഞ്ഞനുസരിക്കുന്നീലേ, ഇവള് വാങ്ങി തന്ന ഷർട്ട് ഇട്ടു കരുതി നീ അല്ലാണ്ടായി പോകുന്നില്ല. അതെ. ഇടും മോനെ, ഇതിട്ടില്ലെങ്കിൽ ദൈവം പോലും നിന്നോട് പൊറുക്കില്ല. ഓ പിന്നെ അങ്ങനെ പേടിച്ചിട്ടൊന്നുമല്ല, ഇവിടെ ആരും നിർബന്ധിച്ചതുകൊണ്ടുമല്ല. ഒരു ദയ, അത്രയും കരുതിയാ മതി. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഏട്ടാ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഉണ്ടാവണം. സദ്യ ഒരുക്കാൻ പോകുന്നേ. അതിന് ഇവനാരാ, സ്കൂൾ കുട്ടിയോ? സദ്യയോ? പോയി പണി നോക്കൂ.